ഈറ്റ് ലൈക്ക് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡേ 4. കുലൂ മിമ്മാ റസഖനാകും ഹലാലൻ ത്വയ്യിബ. നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കുക. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ് ഹലാൽ എന്നുള്ളത്. എന്നാലും നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത മറ്റൊരു വാക്കാണ് ത്വയ്യിബൻ എന്നുള്ളത്. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഹലാൽ എന്ന വാക്കിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു വാക്കാണ് ത്വയ്യിബൻ എന്നുള്ളത്. സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻഫാലിലെ 69-ാമത്തെ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ 88-ാമത്തെ ആയത്ത് തുടങ്ങിയ നിരവധി ആയത്തുകളിൽ നമുക്ക് ഹലാലൻ എന്നതിന് കൂടെ ത്വയ്യിബൻ എന്നുകൂടെ കാണാൻ സാധിക്കും. എന്താണ് ത്വയ്യിബൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള, പോഷകസമൃദ്ധമായിട്ടുള്ള, അമിതമായിട്ട് ഓവർ പ്രോസസ്ഡ് ചെയ്യപ്പെടാത്ത, അധികമായിട്ട് ഷുഗറോ അധികമായിട്ട് സോൾട്ടോ ആഡ് ചെയ്യപ്പെടാത്ത, പ്രിസർവേറ്റീവുകളോ ആഡ് ചെയ്യപ്പെടാത്ത, നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങളെയാണ് ത്വയ്യിബൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹലാലായത് നിയമപരമായി ഇസ്ലാമിൽ നമുക്ക് കഴിക്കാൻ കഴിയുന്നവയോടൊപ്പം തന്നെ ആരോഗ്യത്തെ കൊണ്ടുവരുന്ന, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണമെന്ന് അല്ലാഹു തആല എടുത്തെടുത്ത് പറയാനുള്ള കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എത്രത്തോളം ത്വയ്യിബാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നു മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ അത് ത്വയ്യിബാണോ എന്ന് കൂടി നോക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.